ഹലോ, അച്ചൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിതാ മൂകാംബികയിലേക്ക് പോകുകയാണ്. ഇപ്പം സമയം 3:45 ഞങ്ങൾ തലേന്നേ ഒക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ നാളത്തെ സ്വപ്നമാണ് മൂകാംബിക പോകണം. കാരണം ഞങ്ങളിപ്പോൾ മൂകാംബിക പോയി വന്നിട്ട് 11 വർഷം കഴിഞ്ഞു. അപ്പോൾ വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് കുറേ ഓരോ ഇത് കാരണം ചിലപ്പോൾ ഇടയ്ക്കൊക്കെ ലേറ്റ് ആവിയപ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ വീട് പണി കഴിഞ്ഞ് കഴിഞ്ഞ് ഹൗസ് വാമിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂകാംബിക പോയി തൊഴുതോളാന്ന്. എന്നിട്ട് ഞാൻ അതിന് പണം ഒഴിഞ്ഞ് വെക്കുമല്ലോ നമ്മൾ, അങ്ങനെ ഒഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞങ്ങളുടെ ഹൗസ് വാമിങ് മെയ് 20 കഴിഞ്ഞത്. ഇപ്പോഴാണ് അതിനുള്ള സമയം അടുത്തെത്തിയ December ആയി. ഇപ്പം എന്നാലും പോകാൻ പറ്റിയല്ലോ എന്നുള്ളൊരു ആശ്വാസം. രാവിലെ അതാ ഏട്ടൻ വിളക്കൊക്കെ കത്തിച്ചു. ഞങ്ങളെവിടെ പോവുകയാണെങ്കിലും വിളക്ക് കത്തിച്ച് ഒരു നാണയമെങ്കിലും ഒഴിഞ്ഞു വെക്കും. രാവിലെ പുലർച്ചെ സമയമാണ്. അപ്പോൾ ഇത്രയും ദൂരയാത്രയും ഒക്കെയാണല്ലോ. അപ്പം ഏട്ടൻ്റെ ചിറ്റപ്പനും അപ്പച്ചിയുണ്ട്. അതായത് ഏട്ടൻ്റെ അച്ഛൻ്റെ പെങ്ങളാണ് അപ്പച്ചി. അവരുടെ ഭർത്താവും ഉണ്ട്. അവർ എറണാകുളത്തുനിന്ന് തലേന്ന് രാത്രി ബസ് കയറിയിട്ടുണ്ട്. അപ്പോൾ അവർ വെളുപ്പിനാകുമ്പം വടകര ഇറങ്ങും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളും ഇത് വടകര വരെ പോവുകയാണ്. പിന്നെ പോകുന്നവർക്കില്ലേ, ഇത്രയും നമ്മൾ ഈ വടക്ക് നിന്ന് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ മാഹിയിൽ പെട്രോളിനൊക്കെ നല്ല വിലക്കുറവാട്ടോ. അതായത് അവിടെ 90 91 അങ്ങനെ എത്രയോ രൂപയോ അങ്ങനെ എന്തോ ഒന്നുള്ളൂ. ഞങ്ങൾ തിരിച്ച് വരുമ്പോഴാണ് ഞങ്ങളത് അറിഞ്ഞത്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ മാഹിയിൽ നിന്ന് പെട്രോൾ അടിച്ചാട്ടോ ഞങ്ങൾ വന്നത്. ഇപ്പോൾ അതാണ് ഞാൻ നേരത്തെ ഇത് പറയുന്നത്. ഞങ്ങൾ ഇപ്പം വടകര എത്തി. അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ടൈം ആയിട്ടില്ല. പക്ഷേ നേരത്തെയൊക്കെ എഴുന്നേറ്റോണ്ട് വയറിന് ഭയങ്കര കാളിച്ച. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പുട്ടും ഒരു കടല റോസ്റ്റ് എന്ന് പറയുന്ന സാധനം കിട്ടിയിട്ടുള്ളത്, കടലക്കറിയല്ല, അതൊക്കെ കഴിച്ചു. പിന്നെ എന്താ പറയുക, നമുക്ക് വിശക്കുന്ന നേരത്തെ ആഹാരം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് വളരെ വിലപ്പെട്ടതാണല്ലോ. ഇപ്പോൾ പാറൂനും കൺമണിക്കൊന്നും അപ്പോൾ ഫുഡ് വേണ്ടാന്ന് പറഞ്ഞു. അവരൊരു ചായ മാത്രം കുടിച്ചു. ഇനി ഞങ്ങൾ ചിറ്റപ്പനെയും അപ്പച്ചീനെയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ച് ഒന്ന് വെറുതെ ജസ്റ്റ് ആ റോഡിൻ്റെ സൈഡിലൂടെ നടന്നു. കാരണം ഇത്രയും ദൂരം ഇനി യാത്ര ചെയ്യാനുള്ളതല്ല. ഇടയ്ക്കൊക്കെ വണ്ടി നിർത്തിയെങ്കിലും. അപ്പം ഞങ്ങൾ ഇങ്ങനെ അവരെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ്. ഓ കണ്ടോ, ബസ് എല്ലാവരും കട്ട വെയിറ്റിങ്ങിലാണ് കേട്ടോ. അങ്ങനെ അപ്പച്ചിയും ചിറ്റപ്പനും ഒക്കെ എത്തി. അപ്പോൾ അവരെയും കൂട്ടി ഞങ്ങളിതാ മൂകാംബികയിലേക്ക് യാത്ര. അപ്പോൾ ആദ്യം ഞങ്ങൾ ഉടുപ്പിയിൽ സ്റ്റേ ചെയ്യാം കേട്ടോ. കാരണം നമ്മൾ കാറിലല്ല, അപ്പോൾ ഇത്രയും ദൂരം യാത്ര എന്ന് പറഞ്ഞാൽ കുറച്ച് ഇതാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഉടുപ്പിയിൽ സ്റ്റേ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഉടുപ്പി ശ്രീകൃഷ്ണ ഭഗവാനെയൊക്കെ തൊഴുത് പോകാമെന്ന് കരുതുന്നു. അപ്പോൾ ബാക്കി ഭാഗങ്ങൾ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.